ഹലോ. അപ്പോൾ നമ്മൾ CMKIT സ്കോളർഷിപ്പ് എക്സാമിനെ കുറിച്ച് മുൻപൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഏതെല്ലാം വിഷയങ്ങളാണ് നമ്മൾ ഈ പരീക്ഷയ്ക്കായിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യവും പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 വിഷയങ്ങളും വേണം. അതായത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, EVS. അതിൻ്റെ കൂടെ തന്നെ പൊതുവിജ്ഞാനം എന്നുള്ള ഒരു ഭാഗം കൂടെ വേണം, GK. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. മെയിനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാൽ തന്നെ മതി. കൂടാതെ അധ്യാപിക മറ്റ് കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ പറഞ്ഞു തരും, പാഠപുസ്തകത്തിന് പുറമെ. ഓക്കെ. അപ്പോൾ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും CMKIT സ്കോളർഷിപ്പ് ജേതാവാൻ കഴിയും. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ LSS പുസ്തകങ്ങൾ, കുറേ പബ്ലിഷേഴ്സ് ഇറക്കുന്ന പുസ്തകങ്ങളുണ്ടല്ലോ, വിജയജാലകം, അതുപോലെ ലേബർ ഇന്ത്യ, V-Guide, പിന്നെ ഞാൻ വേറൊരു ബുക്കും കൂടെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ബുക്ക് നമ്മൾ ബുക്ക് സ്റ്റാളിലൊക്കെ പോയാൽ കിട്ടും. ഓക്കെ. അപ്പോൾ അതൊക്കെ പഠിക്കുക, നന്നായി പഠിക്കുക. എല്ലാം വാങ്ങണം എന്നല്ല, ഷെയർ ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് അതും കൂടെ പഠിക്കുക. അപ്പോൾ കുറച്ച് പുതിയ കാര്യങ്ങളും കൂടെ, കറണ്ട് അഫെയറും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ എപ്പോൾ മുതൽ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോൾ ഇപ്പോൾ അടുത്ത വർഷം 4ലേക്കാണ് എങ്കിൽ ഇപ്പോൾ തൊട്ടേ പഠിക്കുക. ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കുക, വായിക്കുക, പഠിക്കുക. ഓക്കെ. അപ്പോൾ അത് എപ്പം നമ്മൾ അറിഞ്ഞോ അന്ന് മുതലേ പഠിച്ചു തുടങ്ങുക. അതിനായിട്ടൊരു പ്രത്യേക സമയമില്ല. പിന്നെ എന്നും കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാനും കൂടെ നോക്കുക. പിന്നെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം വരെ 48 മാർക്കായിരുന്നു ജയിക്കാനായിട്ട് വേണ്ടിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ എന്തായി, കട്ട് ഓഫ് മാർക്കായി. അപ്പോൾ അത് എത്രയാണ് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൾ കേരള കുട്ടികൾ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മാർക്ക് ഇടുക. അപ്പോൾ അത് എത്രയാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കഴിഞ്ഞ വർഷം കട്ട് ഓഫ് 48 തന്നെയായിരുന്നു. അതുകൊണ്ട് കുറേ രക്ഷപ്പെട്ടു പോയി അല്ലേ. പക്ഷേ ഈ വർഷം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. എഴുതി നോക്കിയാൽ തന്നെയാണ് അറിയുള്ളൂ. നന്നായിട്ട് തയ്യാറാവുക വേണം അതിന് വേണ്ടിയിട്ട്, കേട്ടോ. പിന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എഴുതാനായിട്ട് കഴിയില്ല. ഒരു നിശ്ചിത മാർക്ക് ഉള്ളവർക്ക് മാത്രമാണ് എഴുതാനായിട്ട്. ദിവസവും കുറച്ച് സമയം പഠിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറിയ സമയം അതിനായിട്ട് മാറ്റി വയ്ക്കുക. കുറച്ച് ചോദ്യപേപ്പറുകൾ, പഴയ ചോദ്യപേപ്പറുകൾ ചെയ്യുക. പിന്നെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പോയി എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ. പിന്നെ ഈ കുറിപ്പുകളൊക്കെ ആയിട്ട് ഉള്ള ഭാഗങ്ങൾ വളരെ ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിലാക്കുക, പഠിക്കുക. സ്ഥിരമായിട്ട് മോഡൽ പരീക്ഷ എഴുതുക. ഇതൊക്കെയാണ് നമുക്ക് പാസ്സാവാനുള്ള എളുപ്പ വഴികൾ. ഓക്കെ. പിന്നെ കുറച്ച് ഒരു എക്സാമിന് അടുക്കുമ്പോഴല്ല, എന്നാലും നമ്മുടെ ഒരു ഓണപ്പരീക്ഷ കഴിഞ്ഞതോടുകൂടി നമുക്ക് വല്ല സർക്കുലറും ഉണ്ടെങ്കിൽ വരും. അതിനനുസരിച്ച് നമുക്ക് പാഠഭാഗങ്ങൾ എന്തൊക്കെയാണ്, മാറ്റങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യ രീതിക്ക് മാറ്റമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.